കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ BJP തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇന്നലെ യഥാർത്ഥത്തിൽ ആ ജയിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ആ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അങ്ങേയറ്റം വില കുറഞ്ഞ കളികൾ കളിക്കുന്നു. എന്താണ് BJP ശ്രീ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ടീമും BJPയും എന്താണ് വിചാരിക്കുന്നത്? മലയാളികളുടെ തിരിച്ചറിയൽ ശേഷി, വിവേചന ബുദ്ധി അത്രയില്ലെന്നാണോ? സേതുരാമയ്യർ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട്, ടൈലർ മണി. ജഗദീഷിൻ്റെ കഥാപാത്രമാണ്. സേതുരാമയ്യർ CBI അതിൽ അന്വേഷിക്കാൻ വരുന്നത് ഒരു കൊലക്കേസാണ്. ഒരു സ്ത്രീയുടെ ഒരാളുടെ കൊലപാതകം. അതിൽ ആ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ, ക്രൂരമായ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ പൗരസമിതി ഉണ്ടാക്കും, പ്രക്ഷോഭം സംഘടിക്കും, CBI വരണമെന്നാവശ്യപ്പെടും. ഏറ്റവും ഒടുവിൽ ആ ടൈലർ മണി സേതുരാമയ്യരുടെ പിടിയിലാകുന്നതാണ് ആ സിനിമയിലെ കഥ. ഇന്നലെ യഥാർത്ഥത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കളിച്ച കളി ടൈലർ മണിയുടെ കളിയായിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അവർ തന്നെ കുറ്റം ചെയ്യുന്നു, അവർ തന്നെ ആളുകളെ പിടിച്ച് അകത്തിടുന്നു, അവർ തന്നെ ക്രൂരമായവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ജയിലിൻ്റെ മുമ്പിൽ പോയി ടൈലർ മണിമാരാകുന്നു. അങ്ങനെ ടൈലർ മണിമാരായാൽ അതൊക്കെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ്. ഇതുകൊണ്ടെല്ലാം അങ്ങ് ശരിയായിക്കൊള്ളും, ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഇതിലും മുതലെടുപ്പ് നടത്താം എന്നെല്ലാം കരുതിയാൽ അത് മലയാളികളുടെ വിവേചന ബുദ്ധിയെ BJP ഇത്ര കണ്ട് കുറച്ചു കാണരുത് എന്നാണ് BJPയോട് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗം. അത് BJPയുടെ ഈ ടൈലർ മണിമാർക്കുള്ള മുഖമടിച്ചുള്ള അടിയാണ്, മുഖത്തേറ്റ അടിയാണ്. കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയാണ് അത് BJP ഒറ്റപ്പെടുത്തേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. സംഘപരിവാർ ഭരണഘടനയ്ക്ക് അപകടമാണ്, മതസ്വാതന്ത്ര്യത്തിന് അപകടമാണ്, മതേതരത്വത്തിന് അപകടമാണ് എന്ന് ഒരിക്കൽ കൂടി മലയാളികൾ തിരിച്ചറിയുകയാണ്. കൂടുതൽ ശക്തമായി ഇക്കാര്യത്തിൽ പ്രചരണങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. ഇവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇന്നലെ ശ്രീ ക്ലിമിസ് തിരുമേനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ, നിങ്ങളാരോ തന്നെയാണ്, അദ്ദേഹം തിരുവനന്തപുരത്താണ് കണ്ടതെന്ന് തോന്നുന്നു, ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, കേരളത്തിൽ ഇതിങ്ങനെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ക്ലിമിസ് ബാബു പറഞ്ഞു, കേരളത്തിൽ നിങ്ങളൊക്കെ ഇല്ലേ എന്നാണ് ആദ്യം നിങ്ങളുടെ മുഖത്തോക്കി ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ചൊരു കാര്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ്, തിരിച്ചറിവുള്ള നാടാണ്. ആ നാട്ടിൽ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനുമെല്ലാം സംരക്ഷണം ഒരുക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ആത്മവിശ്വാസത്തെ നമുക്ക് കരുത്ത് പ്രാപിപ്പിക്കണം. അതിന് പുഴുക്കുത്തുകളായി നിൽക്കുന്ന BJPയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും കൂടുതൽ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇത് വളരെ പ്രസക്തമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. തികച്ചും ദൗർഭാഗ്യകരമാണ്. പക്ഷെ പൊതുവിൽ അങ്ങനെയല്ല അവരുടെ നിലപാട്. ഇപ്പോൾ ദീപിക ആദ്യം എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്, കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേരളം മാത്രമാണ് സുരക്ഷിതം എന്നവരെന്ന് പറഞ്ഞു. കേരളത്തിന് പുറത്ത് ബാക്കി എല്ലായിടങ്ങളിലും അവർ നേരിടുന്ന വേട്ടയാടലുകളെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വന്ന ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ദൗർഭാഗ്യകരമാണ്. അവരും ഭാവിയിൽ നിലപാട് തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കുറഞ്ഞത് അവർ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകളുമായി സംസാരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഛത്തീസ്ഗഡ് സന്ദർശിക്കുമ്പോൾ റായ്പൂർ ബിഷപ്പിനെ സന്ദർശിച്ചു. റായ്പൂർ ബിഷപ്പിനോട് ഞങ്ങൾ കൗതുകത്തോടെ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ BJP സർക്കാരാണല്ലോ ഭരിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ബിഷപ്പ് ഹൗസുകൾ തോറും ഇങ്ങനെ കേക്കുമായിട്ട് കേന്ദ്രമന്ത്രിമാർ BJP നേതാക്കൾ കയറിയിറങ്ങുകയാണ്.
താങ്കളോട് ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ തയ്യാറായിട്ടുണ്ടോ, അതും നടന്നോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, BJP-യുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് നാളിതുവരെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, റായ്പൂരിലെ ബിഷപ്പ് ഛത്തീസ്ഗഡിലെ ബിഷപ്പിനെ തേടി അവിടുത്തെ മുഖ്യമന്ത്രി വരുന്നില്ല, BJP വരുന്നേ ഇല്ല, ഒരു കൂടിക്കാഴ്ചയും ഇല്ല, ഒരു ഡയലോഗും ഇല്ല, തെരുവിൽ നേരിടുകയാണ്. ഇവിടെയോ അതേ BJP നേരത്തെ ഞാൻ പറഞ്ഞ ടൈലർ മണിമാരുടെ പണിയെടുക്കുകയാണ്, പോയിട്ട് ചങ്ങാത്തം കൂടുകയാണ്. അങ്ങനെ ചങ്ങാത്തം കൂടി 4 കേക്ക് കണ്ടാൽ ഇവരെയെല്ലാം ആ 4 കേക്ക് കൊടുത്ത് ഈ പുഞ്ചിരി കൊണ്ട് പ്രലോഭനങ്ങൾ കൊണ്ട് കൂടെ നിർത്താമെന്നെല്ലാം കരുതിയാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നല്ല ആത്മാഭിമാനമുള്ള മലയാളികളുടെ വിവേചന ബുദ്ധിയെ അവർ കുറച്ചു കാണുകയാണ്. മലയാളി നന്നായി പത്രം വായിക്കുന്നവരാണ്, നന്നായി വാർത്തകൾ അവലോകനം ചെയ്യുന്നവരാണ്, ഈ രാജ്യത്തെവിടെയും നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ളവരാണ്, അവരാണ് ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പിന്നീട് അവരും തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്വർണ്ണ കിരീടവുമായി പോയ ഒരു MP ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന്, കേരളത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതിനെ നടത്തി. അദ്ദേഹം സിനിമയിലാണ് ജീവിക്കുന്നത്, സിനിമ ജീവിതമല്ല. പിന്നെ ആ സിനിമയും അദ്ദേഹത്തിൻ്റെ താരപ്രഭയും കണ്ടപ്പോൾ തൃശ്ശൂരിലെ കുറേയധികം വോട്ടർമാർക്ക് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം വൈകാതെ തിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഈ സന്ദർഭത്തിൽ ഏറ്റവും അധികം പശ്ചാത്തപിച്ചത് ആരായിരിക്കും? അത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു പോയ തൃശ്ശൂരുകാരായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എവിടെ പോയി ഭരചന്ദ്രൻ IPS? എന്തൊക്കെയായിരുന്നു? അപ്പോൾ അതെല്ലാം വെറും താരജാടകൾ മാത്രമാണ്. അതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം ആത്യന്തികമായി BJP-യാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് രാജ്യത്ത് ഇതിൻ്റെ തുടർച്ചയിൽ ഉയരേണ്ട ഏറ്റവും പ്രധാന മുദ്രാവാക്യം, ഞങ്ങളുടെ DYFI ഇത് ആവശ്യപ്പെടുകയാണ്, MP എന്നുള്ള നിലയിലും ഞങ്ങളുടെ പാർട്ടിയും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് ഈ ഡ്രക്കോണിയൻ വകുപ്പുകളുള്ള മതപരിവർത്തന നിയമം അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. ആൾക്കൂട്ട അക്രമങ്ങൾക്ക് ഈ മതപരിവർത്തന നിയമം ഒരു ആയുധമാവുകയാണ്. അവർക്ക് നിയമപരിരക്ഷ കൊടുക്കാനുള്ളതാണ് ഈ ഡ്രക്കോണിയൻ ലോ. അതുകൊണ്ട് അടിയന്തരമായി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് അടിയന്തരമായി പിൻവലിക്കണം. രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ടത്, വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കാൻ തയ്യാറാകണം. ആൾക്കൂട്ട അക്രമങ്ങളെ നമുക്ക് ചെറുക്കാൻ കഴിയണമെങ്കിൽ ആൾക്കൂട്ട അക്രമങ്ങൾക്ക് നിയമപരിരക്ഷ കൊടുക്കുന്ന നിയമം അടിയന്തരമായി പിൻവലിക്കണം.